NRI വാർത്തകൾ. യുഎയുടെ ചരിത്രത്തിൽ ആദ്യമായി പൂക്കളമൊരുക്കി ഓണാഘോഷം കളറാക്കി ഫുജറ വിമാനത്താവളം. എമിറേറ്റ്സ് എയർലൈൻ വക സദ്യയും ഒരുക്കി. പ്രവാസി മലയാളികൾക്ക് തിരുവോണ സമ്മാനമായി ഫുജറ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. ചരിത്രത്തിലാദ്യമായാണ് യുഎയിലെ ഒരു എയർപോർട്ടിൽ ഓണാഘോഷം ഔദ്യോഗികമായി നടത്തുന്നത്. കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ, മുംബൈ ഉൾപ്പെടെ ഇന്ത്യയിലെ വിവിധ സെക്ടറുകളിലേക്ക് ഫുജറയിൽ നിന്നും വിമാന സർവീസ് ആരംഭിച്ചതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഓണാഘോഷം. വിമാനത്താവളത്തിന്റെ പ്രധാന കവാടത്തിൽ പൂക്കളമൊരുക്കുകയും പൂക്കൾ കൊണ്ട് ഓണാശംസകൾ നേരുകയും ചെയ്തത് യാത്രക്കാർക്ക് കൗതുകമായി. കേരളീയ വസ്ത്രമണിഞ്ഞ ജീവനക്കാർക്കൊപ്പം പൂക്കളത്തിന് മുന്നിൽ നിന്ന് ഫോട്ടോ എടുത്തും ആഘോഷം കളറാക്കി ഫുജറ ഇന്റർനാഷണൽ എയർപോർട്ട് ജനറൽ മാനേജർ ക്യാപ്റ്റൻ ഇസ്മയിൽ അൽ ബലൂഷി മലയാളി ഉദ്യോഗസ്ഥർക്കും കേരളത്തിലേക്കുള്ള യാത്രക്കാർക്കും ഓണാശംസകൾ നേർന്നു. ആഘോഷത്തോടനുബന്ധിച്ച് കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ, മുംബൈ സെക്ടറിലെ യാത്രക്കാർക്ക് മധുരം വിതരണം ചെയ്തു. ദുബായ് എമിറേറ്റ്സ് എയർലൈൻ കേരള സെക്ടറിൽ സദ്യ വിളമ്പിയാണ് ആഘോഷത്തിന്റെ ഭാഗമായത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷയും ഗതാഗത സൗകര്യവും ഉറപ്പാക്കാൻ ആഭ്യന്തര മന്ത്രാലയം സമഗ്രമായ സുരക്ഷാ പദ്ധതി പ്രഖ്യാപിച്ചു. സ്കൂൾ സമയങ്ങളിൽ 300-ലധികം ട്രാഫിക് രക്ഷാപ്രവർത്തന പൊതുസുരക്ഷാ പെട്രോളിംഗ് സംഘങ്ങൾ വിന്യസിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഹെലികോപ്റ്ററുകളും ഓപ്പറേഷൻ റൂമുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന നൂതന ക്യാമറകളും ഗതാഗത നിയന്ത്രണത്തിനായി പ്രവർത്തിക്കും. ട്രാഫിക് പെട്രോളുകൾ രാവിലെ 6 മുതൽ 8:30 വരെയും ഉച്ചയ്ക്ക് 12 മുതൽ 2:30 വരെ ജാഗ്രത പുലർത്തും. സബഹ, അൽ സാലിം, അഹ്വല്ലി, ജബ്രിയ, ഫർവാനിയ, അൽ റഗ, സൽവ തുടങ്ങിയ തിരക്കേറിയ മേഖലകൾക്ക് പ്രത്യേക മുൻഗണന നൽകും. 150 സ്കൂളുകൾക്ക് നേരിട്ടുള്ള സുരക്ഷാ പരിരക്ഷയും റോഡ് അറ്റകുറ്റപ്പണികളിൽ ഗതാഗത തടസ്സം ഒഴിവാക്കാൻ പൊതുമരാമത്ത് മന്ത്രാലയവുമായി സഹകരണവും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്ക് കാൽനട ക്രോസിംഗുകൾ കർശനമായി നിരീക്ഷിക്കും. കുട്ടികളെ സീറ്റ് ബെൽറ്റ് കെട്ടാതെ കൊണ്ടുപോകുന്ന മാതാപിതാക്കൾക്ക് പിഴയും ചുമത്തും. തിരക്കേറിയ സമയങ്ങളിൽ ട്രക്കുകൾ നിരോധിക്കും. ഈ കാര്യങ്ങളിൽ പൊതുജനങ്ങളുടെ സഹകരണം അഭ്യർത്ഥിച്ച് അധികൃതർ സാമൂഹിക പങ്കാളിത്തത്തിലൂടെ മാത്രമേ സുരക്ഷയും ക്രമവും ഉറപ്പാക്കാനാവൂ എന്നും ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദോഹയിൽ നിന്ന് നേരിട്ട് റെഡ് സീയിലേക്ക് ഖത്തർ എയർവേസ് വിമാന സർവീസ് ആരംഭിക്കുന്നു. ഒക്ടോബർ 21 മുതൽ ആഴ്ചയിൽ 3 സർവീസുകളാണ് ആരംഭിക്കുന്നത്. തബുക്കിനടുത്ത് റെഡ് സീ ഇന്റർനാഷണൽ വിമാനത്താവളത്തിലേക്കാണ് നേരിട്ടുള്ള ഖത്തർ എയർവേസ് വിമാന സർവീസ് ആരംഭിക്കുന്നത്. ഒക്ടോബർ 21 മുതലാണ് സർവീസ് ആരംഭിക്കുക. വിനോദസഞ്ചാരികൾക്കും സൗദിയിലെ സ്വദേശികൾക്കും വിദേശികൾക്കും നിക്ഷേപകർക്കും സന്ദർശകർക്കുമെല്ലാം ചെങ്കടൽ ലക്ഷ്യസ്ഥാനത്തിലേക്ക് തടസ്സമില്ലാതെ പ്രവേശനം ഉറപ്പാക്കിക്കൊണ്ട് ഖത്തറിന്റെ ദേശീയ വിമാന കമ്പനിയായ ഖത്തർ എയർവേസ് ആഴ്ചയിൽ 3 സർവീസുകൾ നടത്തും. ഖത്തർ എയർവേസുമായുള്ള ഈ പങ്കാളിത്തം ആഡംബരത്തിനും സുസ്ഥിരതയ്ക്കുമുള്ള ഒരു ആഗോള കേന്ദ്രമായി റെഡ് സീയെ സ്ഥാപിക്കുന്നതിൽ ഒരു നിർണായക ചുവടുവയ്പായിരിക്കുമെന്ന് ദി റെഡ് സീ ഇന്റർനാഷണൽ CEO ജോൺ പഗാനോ അഭിപ്രായപ്പെട്ടു. കൂടുതൽ ഹോട്ടലുകൾ, റിസോർട്ടുകൾ, മറ്റ് സൗകര്യങ്ങൾ എന്നിവ സംവിധാനിക്കുന്നതോടെ റെഡ് സീയിലേക്കുള്ള യാത്രകൾ ലോകത്തെ നമ്മുടെ പ്രകൃതിദത്തവും സാംസ്കാരികവുമായ നിധികളുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമായും നമ്മുടെ അതിഥികൾക്ക് ആഡംബരത്തിന്റെയും സുസ്ഥിര ടൂറിസത്തിന്റെയും അമൂല്യമായ മാതൃകയിലേക്ക് പരിചയപ്പെടുത്താനുള്ള അവസരമായി വർത്തിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 2023 റെഡ് സീ അന്താരാഷ്ട്ര വിമാനത്താവളം പ്രവർത്തിച്ചു തുടങ്ങിയത്. ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ സംഭരണ സൗകര്യങ്ങളിലൊന്നിന്റെ പിന്തുണയോടെ 7,60,000-ലധികം സോളാർ പാനലുകൾ ഉൾക്കൊള്ളുന്ന റെഡ് സീ വിമാനത്താവളത്തിന്റെ ആദ്യഘട്ടം ഈ വർഷം അവസാനം പൂർത്തിയാകുമ്പോൾ പൂർണ്ണമായും പുനരുപയോഗോർജ്ജത്താൽ പ്രവർത്തിക്കും. രാജ്യത്തിന്റെ വിഷൻ 2030 ഒരു സ്തംഭമാണ് റെഡ് സീ അന്താരാഷ്ട്ര വിമാനത്താവളം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മോട്ടോർ സൈക്കിൾ വാടക വ്യവസ്ഥകൾക്ക് സൗദി മുനിസിപ്പൽ മന്ത്രാലയം അംഗീകാരം നൽകി. സൗദി പൗരന്മാർക്കോ രാജ്യത്ത് നിയമപരമായി രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങൾക്കോ മാത്രമേ ലൈസൻസിന് അപേക്ഷിക്കാൻ സാധിക്കൂ. സൗദിയിൽ മോട്ടോർ സൈക്കിൾ, സ്കൂട്ടറുകൾ എന്നിവ വാടകയ്ക്ക് നൽകുന്നതിനുള്ള ലൈസൻസ് നേടുന്നതിനുള്ള നിയമം പരിഷ്കരിച്ചു. ഇതുപ്രകാരം മുനിസിപ്പാലിറ്റി ഭവന മന്ത്രാലയത്തിന്റെ അംഗീകാരം മോട്ടോർ സൈക്കിൾ വാടക ലൈസൻസിനുള്ള അപേക്ഷകർ വ്യക്തികളാണെങ്കിൽ അവർ സൗദി പൗരന്മാരായിരിക്കണം. അല്ലെങ്കിൽ സ്ഥാപനം രാജ്യത്ത് നിയമപരമായി രജിസ്റ്റർ ചെയ്തിരിക്കണം. പ്രവർത്തനത്തിനായി നിശ്ചിത സ്ഥലങ്ങൾ, ആവശ്യത്തിന് സൈക്കിളുകൾ എന്നിവ ഉൾപ്പെടെ സൈക്കിളുകൾക്ക് വേണ്ട സുരക്ഷാ ഉപകരണങ്ങൾ നൽകുക എന്നിവയും വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നു. സ്ഥലങ്ങളും ഉപയോഗ വ്യാപ്തിയും നിർണ്ണയിക്കാൻ സാങ്കേതികവിദ്യ, ബുക്കിംഗ് ആപ്ലിക്കേഷനുകൾ, മോട്ടോർ സൈക്കിൾ ട്രാക്കിംഗ് എന്നിവയുടെ ഉപയോഗവും ആവശ്യപ്പെടുന്നു. യാത്രക്കാരെ കൊണ്ടുപോകുന്നതിനുള്ള മാർഗമായി മോട്ടോർ സൈക്കിളുകൾ ഉപയോഗിക്കരുത്. സൈക്കിളുകൾ ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയോ നടപ്പാതകളോ കാൽനടപ്പാതകളോ കയ്യേറുകയോ ചെയ്യരുത്. നിശ്ചിത സ്ഥലങ്ങൾ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ മോട്ടോർ സൈക്കിളുകൾ സൂക്ഷിക്കരുത്. സുരക്ഷിതവും ഉചിതവുമായ പാർക്കിംഗ് സ്ഥലങ്ങൾ നൽകണമെന്നും വ്യവസ്ഥ ആവശ്യപ്പെടുന്നു. എല്ലാ നിബന്ധനകളും പാലിച്ച ശേഷം ഏകീകൃത ദേശീയ ലൈസൻസിംഗ് പ്ലാറ്റ്ഫോമായ ബദലി വഴിയാണ് ലൈസൻസുകൾക്ക് അപേക്ഷിക്കേണ്ടത്.
പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഗുരുതരമായ ലംഘനങ്ങളുണ്ടായാൽ ലൈസൻസുകൾ റദ്ദാക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.